അങ്ങനല്ലേ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും മുഴുവൻ എന്നിട്ടല്ലേ പറയാം. ആ ഇറങ്ങി എന്നിട്ട് വേണം പറയാൻ. ആ ഓക്കെ റെഡി 1 2 അമ്മ സ്റ്റാർട്ട് പറയുമ്പോ പറഞ്ഞോ കേട്ടോ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. എടാ അനങ്ങാണ്ട് നിന്നിട്ട് പറയ്, ചാടിക്കളിക്കാണ്ട് പറയ്, എന്നാലല്ലേ വീഡിയോയിൽ കാണുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലറാവും. ഇറങ്ങി നിന്നിട്ട് പറ. അവിടെ പോയി നിന്നിട്ട് പറയോ? കാശു കുഞ്ഞെ അവിടെ ഇറങ്ങി നിന്നിട്ട് പറയോ ഇൻട്രോ? അവിടെ പോയി നിന്നിട്ട് പറയും, എന്നാലല്ലേ ഇതൊക്കെ ഇളക്കി പറിച്ച് കളയല്ലേ. അവിടെ പോയി ഞാൻ എന്നാ ഓഫ് ചെയ്യുവാ. അതിന് ചൂടൊന്നുമില്ല, തണുപ്പാണ്. അതേ ഗഞ്ഞമ്മ വാലോർന്നിട്ടേക്കാണ് ഇവിടെ. കാറ്റ് തണുപ്പ് കാറ്റാണ്. അതേ ഇത് നോക്കിയേ, ഞാൻ പോവാ. മെൽറ്റാവാൻ അത് കട്ടയല്ലല്ലോ, ഓൾറെഡി വെള്ളമായിട്ട് ഇരിക്കുവല്ലോ. ഇത് അവിടെ പോയി നിൽക്കും, ഞാൻ പോവാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരുട്ടാവൂട്ട. ആ കാറ്റ് വീശുമ്പോ കട്ടെ. എന്നാ അവിടെ പോയി നിക്കുവോ രാജാവേ? ഓക്കെ ഇറങ്ങിക്ക് ചൂടെ നെച്ചിരിയും കൂടി. ആ ഓക്കെ റെഡി. ആ ഇനി അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ആ പറഞ്ഞോ റെഡി 1 2 3 സ്റ്റാർട്ട്. അനങ്ങാണ്ടെന്ന് പറയ്. ആ ആർക്കൊന്നും മനസ്സിലായില്ല. അനങ്ങാണ്ട് നിന്ന് പറയ്. ആ അവിടെ ആ കുപ്പിയോ പിടിച്ചു പറഞ്ഞു. ആ അങ്ങോട്ട് നിന്ന് പറഞ്ഞോ. ആ പറഞ്ഞോ. ആ പറഞ്ഞോ. ഓക്കെ എന്നാ പെട്ടി എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. പെട്ടി ആരാ തന്നതെന്ന് പറയ്. അറിഞ്ഞൂടെ? അറിയാ, കാശിക്ക് അറിയാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് 4 വലിയ പെട്ടി കിട്ടിയിട്ടുണ്ട്. പെട്ടി എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ പെട്ടിയാണ് കിട്ടിയേക്കണേ. ഇത്രയും വലിയ ആ കാശി വരും. ഓക്കെ പറഞ്ഞോ. അതവിടെ ഇട്ടത് താഴെ ഇട്ടത് കൊള്ളൂല. പെട്ടി കാണിച്ചു കൊടുക്ക്. ഓക്കെ എത്ര ഉള്ള പെട്ടിയാ? 7 ഒന്നുമില്ല ഗൈസ്, 10 ഒന്നുമില്ല ഗൈസ്. ആകെ 4 പെട്ടിയുണ്ട്. 4 പെട്ടി ഇത്രയും വലിപ്പമുള്ള കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ടുണ്ട്. വാ കമോൺ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് ഓക്കെ. ആ കാണിച്ചു തരാൻ തോന്നി ഞാൻ കാർട്ടൂൺ കണ്ട് കൂട്ടോ. ഓക്കെ ഇതും കൊണ്ട് എന്താ ഉണ്ടാക്കണ്ടേ രാജാവേ? ഇതും കൊണ്ട് എന്താ ഉണ്ടാക്കണ്ടേ? മിണ്ടുലാട്ടെ ഇനി കാർട്ടൂൺ കാണാം. എടാ ഇതും കൊണ്ട് എന്താ ഉണ്ടാക്കണ്ടേന്ന് പറ. മാലയാ? ഇതും കൊണ്ട് മാലയാണ് ഉണ്ടാക്കണ്ടേ? വീടുണ്ടാക്കണം കാശിക്ക്. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങള് വീടുണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ ആ കണ്ട് ഇപ്പത്തെ ഇങ്ങോട്ട് നോക്കിയേ ശക്തിമാൻ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? കോളിഫ്ലവർ എന്നാ ഇങ്ങോട്ട് നോക്കിയേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേന്ന് പറ. കട്ട് ചെയ്യുവാട്ടോ വീഡിയോ. ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് പറയ്. ആ മറക്കല്ലേട്ടെന്ന് പറ. ആ ശരി. അപ്പൊ കാശ് ചെയ്ത മുറിയിലേക്ക് ഉന്തിക്കൊണ്ടുപോണ്ട് ഗൈസ്. ഉന്തിക്കൊണ്ടുപോയാണ്. മുറി പോയി എന്നിട്ടാണ് പണിയണ്ടേ? അച്ഛയും കൂടി വരണ്ടേ? അപ്പൊ അച്ഛ വന്നിട്ടില്ല, ഞാനും കാശിയും കൂടിയാണ് ഇന്നത്തെ പണി ചെയ്യാൻ പോണേ കേട്ടാ. ഇത് നമ്മുടെ അടിയിലുള്ള റോസാപ്പൂ കാശി പറിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കയറ്റി വെച്ചേക്കാണ്. ഒട്ടിച്ചു വെക്കണം വീണ്ടും. മുകളിലത്തെ റോസാപ്പൂന് ഇനി യാതൊരു കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇത് അകത്തേക്ക് കയറ്റാൻ കാശിക്ക് പറ്റുള്ള ഇവിടെ നമ്മുടെ ഇതിട്ടിട്ടുണ്ടല്ലോ, മാറ്റിട്ടിട്ടുണ്ടല്ലോ. ഓക്കെ ക്ഷീണിച്ച് പുള്ള. ഓ എൻ്റെ പൊന്നെ. ഓക്കെ അപ്പൊ നമ്മളിത് കൊണ്ട് വീടുണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ അപ്പൊ നമ്മളുടെ 4 പെട്ടി ഉണ്ടായി. ഒരു പെട്ടി ഞാൻ കൊണ്ട് അകത്ത് വെച്ച് ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത പെട്ടി കൊണ്ട് എടുക്കണ്ട കേട്ടോ. അപ്പൊ 4 പെട്ടി വെച്ചിട്ട് നമ്മൾ കാശിക്ക് കൂടാരല്ല വീട് ഉണ്ടാക്കാൻ പോണേ ഗൈസ്. പാലോർന്ന് കൊടുക്കച്ചക്ക്
ഓക്കെ. അപ്പൊ അതേ ഒരു പെട്ടി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് താഴെയുള്ള പെട്ടി നമ്മളത് ഇതുപോലെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ജനല് പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കാശി എന്റെ എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യാൻ. അതെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോ ഇതിന്റെ ഇവിടെ കയറുന്ന എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട്. കാശിക്കുട്ടന്റെ തന്നെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ട. അതൊന്നും തിരിഞ്ഞേ. ബ്രഷൊക്കെ എടുത്ത് മേക്കപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളുടെ 4ാമത്തെ പെട്ടി നമ്മൾ കൊണ്ടുവന്ന് ഈ ഒരു മേശ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ ഗ്യാപ്പിലേക്കാണ് ഇതുപോലെയാണ് വെച്ചു കൊടുത്തതാണ്. സോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരെണ്ണം നമുക്ക് സെന്ററിൽ ഇതുപോലെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ കാശിക്കുട്ടിന് ഇതിൽ കൂടി കേറിയിട്ട് അവൻ എന്താണ്ടൊക്കെ പൗഡറൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് ഒരു എൽ ഷേപ്പിൽ ഇതുപോലെ ഇരുന്നിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു പീസ് മുഴുവനായിട്ട് മുറിച്ച് കളയാൻ പോവാണ് കേട്ടോ. ആർച്ച് പോലെ വെട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ജിപ്സത്തിൻ്റെ എന്താ ബോർഡാണ്, കുറച്ച് കട്ടിയുണ്ട്. ഈ കത്തി വെച്ചിട്ട് കുറച്ച് നേരം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ മുറിയും. അപ്പോൾ ഇതിങ്ങനെ ആർച്ച് പോലെ വെട്ടിയിട്ട് കാശിക്ക് കയറണ ഒരു പാകത്തിനാക്കി എടുക്കാൻ പോവാണ്. ഈ ഒരു പോർഷൻ നമ്മൾ ആർച്ച് പോലെയും ഈ ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ടും കട്ട് ചെയ്ത് കളയും കേട്ടോ. ഉദ്ദേശിച്ച പോലെ അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ ഇത് മുറിക്കണ കാര്യം. അപ്പോൾ ഇത് നമ്മൾ എവിടെന്നെങ്കിലും മുറിക്കണ സമയത്ത് ഇത് പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നുണ്ടായി. അപ്പോൾ സൂക്ഷ്മമായിട്ട് എവിടെ പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആർച്ച് പോലെ പൊളിക്കാൻ നോക്കിയിട്ട് ഒരെണ്ണം പറ്റണ്ടായില്ല. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർച്ച് പോലെ വേണ്ട, ആ ജനലിൻ്റെ അത് മുറിച്ച പോലെ തന്നെ ഒരു ഫ്രണ്ടിലൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കത്തി വെച്ചിട്ട് ഓരോ പ്രാവശ്യം കുത്തി താഴോട്ട് ഓട്ട ഉണ്ടാക്കിയിട്ടാണ് താഴോട്ട് വലിച്ചെടുക്കണേ. പിന്നെ ജിപ്സത്തിൻ്റെ ബോർഡായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊടിയൊക്കെ കുറേ താഴെ വേണ്ട. അപ്പോൾ കത്തി അവിടെ കൊണ്ടുവച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിട്ട് ഓരോരോ കുത്തിട്ടിട്ട് ഞാനത് ഇതാക്കി എടുത്തു. പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് മുറിച്ച് പോലെ തോന്നുന്നു വെച്ചാൽ കുറേ സമയം എടുത്ത് ഗൈസ് ഞാനത് മുറിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പീസ് ഇതുപോലെ മുറിച്ചെടുത്തു. ഇതിനകത്ത് ഫുള്ളും വെള്ളയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ വെള്ളയാണ്. നല്ല വലിയൊരു പെട്ടിയാണ്. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന സർഫേസ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, സ്മൂത്താണ്. അപ്പോൾ നമ്മൾ മോൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 3 പെട്ടിയും കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. കാച്ചീന്റെ ഈ പെട്ടി തുറന്നു കഴിഞ്ഞപ്പോ അകത്ത് കുറച്ച് പൊടി വീണി. മുഖത്ത് എന്താ കാണണേ? വീഡിയോ എടുക്കാൻ രസാവ മേക്കപ്പ് ഇട്ടാണോ? നോക്കട്ടെ, ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയ നോക്കട്ടെ, ഭംഗിയായോ നോക്കട്ടെ എന്ന്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. തിരിഞ്ഞൊന്ന് നോക്കട്ടെ, ഉടുപ്പൊക്കെ നോക്കട്ടെ. ആണല്ലേ, ഓക്കെ. തിരിഞ്ഞ് ബാക്ക് സൈഡ് നോക്കട്ടെ. കാലുമൊന്നും ഒന്നായിട്ടില്ല കേട്ടാ ഗൈസ്. പിന്നെ കാശി ഇനി ഈ പെട്ടിൽ ഇറങ്ങാൻ പോണെന്ന് പറയണേ. ആ പെട്ടിലെ പണി കഴിഞ്ഞാ ക്ലീൻ ആക്കിയാ വീട്? കേരള ഇനി ഈ പെട്ടിയുടെ സൈഡിലും കൂടി പൊളിക്കട്ടെ, എന്നാലേ കേറാൻ പറ്റുള്ളൂ. മാറുന്നാ അടുത്ത പൊളിക്കട്ടെ കേട്ടാ. അപ്പൊ അടുത്തത് ഞാൻ ഒരു സൈഡ് മുഴുവൻ പൊളിച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കാശി എന്താണ്ടൊക്കെ പിറക്കി നടക്കണ്ട്. മുഖത്ത് കാശിന്റെ പൗഡറാണ് കേട്ടോ ഗൈസ്. പിന്നെ ഏട്ടൻ പൊളിച്ചിരാന്ന് പറഞ്ഞ ഒരു സൈഡ് കറക്റ്റായിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ്, ഒരു ഫ്രെയിം പോലെയാണ് ഞാൻ എടുത്തേക്കണേ. മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ആ ഒരു എഡ്ജ് അങ്ങനെ നിൽക്കണേ. ഏട്ടൻ അപ്പം അതില്ലാണ്ട് മൊത്തത്തിൽ ഇത് ഫീൽ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമുക്കതിനകത്തേക്ക് സെറ്റ് ചെയ്യാം. ആ 2 പെട്ടിയും കൂടി മുറിക്കാനുണ്ട്. ഏട്ടന് പറഞ്ഞാൽ പൊളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പൊടിയെ കൊണ്ടിട്ട് അലർജി ചൊറിയണ പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഞാൻ തന്നെ പിന്നെ പൊളിച്ചോളാന്ന് പറഞ്ഞു. ബാക്കിയുള്ള പെട്ടികൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പൊളിക്കാണ്ട്. അപ്പോൾ പറഞ്ഞ ഏട്ടനോടെ പൊളിച്ചിട്ടിട്ട് പോയി. പിന്നെ ബാക്കിയുള്ള 2 പെട്ടിയും അതിൻ്റെ സൈഡൊക്കെ ഞാൻ തന്നെ പിന്നെയും പൊളിച്ചു. അപ്പോൾ കുറേ സമയം എടുത്ത് പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ആർച്ച് പോലെ ഒന്നും വെട്ടിയെടുത്തില്ല. ജസ്റ്റ് ഇതുപോലെ ചതുരം പോലെ മുറിച്ചെടുത്തുള്ളൂ. ആർച്ച് പോലെ വളക്കുമ്പോഴൊക്കെ ഇത് കീറിപ്പോണുണ്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ പെട്ടികളും മുറിച്ച് ഇതുപോലെ ഒന്ന് എൽ ഷേപ്പിലാണ് ആദ്യം വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം പൊളിച്ചത് കൊളായി ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വെക്കണില്ല കേട്ടോ. നമ്മൾ നടുക്കിരിക്കണതിൻ്റെ 2 പോർഷനും മുറിച്ചുള്ളതുകൊണ്ട് ഒരു പെട്ടിയും അതിൻ്റെ മുകളിലേക്ക് കോർണറിൽ വെക്കുമ്പോൾ വെയിറ്റ് താങ്ങത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പെട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരെണ്ണം മുകളിൽ വെക്കുന്നില്ല കേട്ടോ. നമ്മുടെ റൂം ഇതുപോലെ അലങ്കോലമായിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം മുറിച്ച് ഇതുപോലെ കോണ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടിയുടെ ഒരു സൈഡ് മുറിച്ചുള്ളിട്ട് ഒരു കോണ് പോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ പോലത്തെ സാധനം ഉണ്ടായി. കാശി അത് പറിച്ചെടുത്തിട്ടാ.
അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോമാണോ സ്പോഞ്ചാണോ എന്നറിയില്ല. അപ്പോൾ അതുപോലത്തെ കുറേ ഐറ്റംസ് ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് നമുക്ക് ജനലാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ജനലാക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്. ഇത് ഞാൻ ഇവിടെ വെക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ വെക്കും ഉണ്ടോ. അപ്പോൾ അതൊരു ജനൽ പോലെ ഇരിക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ മെസ്സായിട്ട് കിടക്കുവാണ് ഗൈസ്. അപ്പോൾ അതെ ഈ സാധനം ഞാൻ ജനലാക്കി വെക്കാൻ പോവാണ്. ഡീറ്റ് സാധനം വെക്കുന്നുണ്ട് ഇവിടെ ജനലായിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഹോട്ടിൽ വെച്ചിട്ടാണ് ഇത് ജനൽ പോലെ ഫിറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇത് ഞങ്ങൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ച ആദ്യം ഇരുന്നത്. പക്ഷേ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇവിടെ വരുമ്പോഴേക്കും അതിൻ്റെ പശ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിമേക്ക് നമുക്ക് ഡബിൾ ടേപ്പ് കുറച്ച് സ്ഥലം ഒട്ടിച്ച് വെച്ചിട്ട് അതങ്ങോട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ ജനലായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടിയൊക്കെ ഏകദേശം പൊട്ടിച്ച് സെറ്റാക്കിയ സ്ഥിതിക്ക് ഇനി റൂമിനകത്തുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഓർത്തു. നമ്മൾ ആദ്യം വാക്വം എടുത്തിട്ട് വന്നിട്ടോ. വാക്വം എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ക്ലീനാക്കാൻ നോക്കിയപ്പോൾ പറ്റണ്ടായില്ല. അത് നല്ല കട്ടിയുള്ള പൊടി ആയതുകൊണ്ട് തന്നെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകണ്ടായില്ല. കാശി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാക്ക് കൊടുത്തിട്ട് വന്നത്. അപ്പോൾ കുറച്ച് കുഞ്ഞു പൊടികൾ മാത്രമേ പോകണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ ചൂലെടുത്തിട്ട് ഇതിന് വേണ്ടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒത്തിരി സമയം എടുത്ത് തടന്ന് അടിച്ച് വാരി കളയാൻ കുറേ സമയം എടുത്തുവിട്ടു. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഓരോരോ തരികൾ പോകാനായിട്ട് കുറേ നേരം പിടിച്ചു. ഞാൻ വാക്കം വെച്ചിട്ടൊക്കെ കുറേ ആദ്യം കളഞ്ഞു. പിന്നെ കുറേ പൊടികളുണ്ടായി. പിന്നെ അതൊക്കെ നമ്മൾ തൂത്തുവാരി കളഞ്ഞിട്ടോ. അത് കുഞ്ഞു പൊടികളുള്ളതൊന്നും നമുക്ക് വാക്കം വെച്ചിട്ട് പോകണ്ടായി. എന്നാൽ ഇത് ജിപ്സത്തിൻ്റെ ബോർഡായതുകൊണ്ട് തന്നെ പൊടിഞ്ഞെടുക്കുന്ന സാധനങ്ങളൊന്നും പോകാനായിട്ട് ഭയങ്കര പണിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചൂലെടുത്തിട്ട് വന്നിട്ട് പിന്നെ തൂത്ത് എല്ലാം ക്ലീനാക്കി എടുത്തു. വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാണിക്കുന്നതാണ്. കുറേ സമയം എടുത്തിട്ട് ഗൈസ് ഞാനിത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചോടെ തന്നെ വീണ്ടും അടിച്ചൊരു 2-3 മണിക്കൂർ ഞാൻ അടിക്കാൻ തന്നെ ഫുൾ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ ക്ലീനാക്കിയ ശേഷവും വീണ്ടും നമ്മൾ ഇതുമ്പോൾ പണിയുണ്ടല്ലോ. അപ്പോൾ വീണ്ടും കുറേ തവണ ക്ലീനാക്കി. ഏട്ടനാണെങ്കിൽ ഇത് ഈ പൊടി അലർജിയാണെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ മാറിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മളത് ഫുള്ളായി ക്ലീനാക്കി. പിന്നെ നമ്മൾ പേപ്പറിൽ ഇതുപോലത്തെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മേൽക്കൂരേൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പേപ്പർ നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്താണ്. ആ പേപ്പർ നമുക്ക് ചുമ്മാ ഇവിടെ കിടന്ന് കിട്ടിയാണ്. നിങ്ങൾ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കുറേ കെട്ടുകണക്കിന് പേപ്പർ കിട്ടിയ കാര്യം. അപ്പോൾ ഈ പേപ്പർ നമുക്ക് മേൽക്കൂരയിൽ ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ സാധാരണ നോർമൽ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കണേ. ഈ സൈഡിലും കൂടെ ഒട്ടിക്കാനുണ്ട്. താഴ്ഭാഗത്തുനിന്ന് ഒട്ടിച്ച് തുടങ്ങിയിട്ട് മുകളിലേക്കാണ് നമ്മൾ ഒട്ടിച്ച് ഇതുപോലെ എടുത്തേക്കുന്നത്. ഗൈസ് നമ്മളുടെ കയ്യിൽ ഇതുപോലത്തെ വോൾ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു ചേട്ടൻ കളഞ്ഞു കിട്ടിയപ്പോൾ തന്നാണ്. ചേട്ടൻ നമ്മുടെ നമുക്ക് തന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിലേക്ക് പശ തേച്ചിട്ട് ഇതിന്റെ ബോർഡർ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ഇതുമ്പോൾ നന്നായിട്ട് പശ വെച്ചിട്ട് നമ്മൾ കാശിക്കുട്ടന്റെ ഈ വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇതൊന്ന് ഒട്ടിച്ച് ഡിസൈൻ ആക്കി എടുക്കാൻ പോവാണ്. കാശിക്കുട്ടൻ്റെ അടുത്ത് ഇവിടെ ഭയങ്കര പണിയിലാണ് ഗൈസ്. ഇവിടെ മറ്റേ ആ പെട്ടിയുടെ മുറിച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇവിടെ ഇട്ട് നിവർത്തി വെക്കണ്ട്. നിവർത്തിയിട്ട് എല്ലാം നമുക്ക് ഇത് ഉണ്ടാക്കണ്ടേന്ന് വെച്ചിട്ട് ഓരോന്ന് ചെയ്തോണ്ടിരിക്കണ്ടേ. സോ നമ്മള് പശ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മുടെ കാശിക്കുണ്ട ജനൽ ഒട്ടിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. അപ്പോൾ ആ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം വെച്ചാലാണ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള വോൾ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അവരോട് കിടക്കണ്ടായി കാശിക്കുണ്ട എവിടെ കൊണ്ടേ കളഞ്ഞു. ഒരു റോള് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതിൻ്റെ ആ ഒരു റോള് തീർന്നിട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ 4 ചുമരുമയായിട്ട് ഇത് ഇതുപോലെ ചുമരുമ അല്ല കയറി വന്ന ഒരു തൂണ് പോലെ ഇതുപോലെ സെറ്റാക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശിക്കുട്ടൻ താഴെ ആ ഒരു സ്പോഞ്ചിൻ്റെ സാധനം കൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചണിൽ എന്തോ ടൂൾസൊക്കെ എടുത്തുകൊണ്ട് കയ്യിൽ കേട്ടോ. ഞെക്കി പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ ഈ ഒരു സാധനം കൂടി ഇതിൻ്റെ അകത്തേക്ക് മുകളിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശിക്കും പീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനും കൂടി എന്നോട് പീൽ ചെയ്ത് തന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അവനെ കാട്ടിക്കൊടുത്തേ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഇത് ഒട്ടിക്കാൻ പോവാണ്. യെസ്, അപ്പോൾ കാശിന്റെ ജനൽ ഇവിടെ നമ്മൾ സെറ്റാക്കി ഒട്ടിച്ച്. ഓക്കെ, യെസ്, ഇതാണ് അപ്പൊ കാശിയുടെ ജനൽ കേട്ടാ. ഇനി കാശിയുടെ ഇതിന് നമ്മളെ ഫ്രണ്ടിലും മുകളിലുള്ള ഭാഗത്തൊക്കെ ചെറിയ ഡെക്കറേഷൻ പണിയുണ്ട് കൊടുത്ത് ഇതിനൊരു കവറും കൂടി കൊടുക്കാൻ പോകുന്നുണ്ട് കേറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് നമ്മളെ മേൽക്കൂരയിൽ ഒട്ടിച്ചെടുത്ത ഇതുപോലത്തെ ഒരു സംഭവം നമ്മൾ ആ കോർണറിൽ ആ ത്രികോണം പോലിരിക്കുന്ന സാധനത്തിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ മുകളിൽ ബാക്കിയുള്ള ആ ഷീറ്റൊക്കെ മുകളിലേക്ക് ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറുന്ന സൈഡിൽ നമ്മൾ അതുപോലെ ഒന്ന്
ഇങ്ങനെ ഇങ്ങനെ ആകാശം പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾസൈഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറിയിട്ട് ഇപ്പുറത്തേക്ക് തിരിയുക, എൽ ഷേപ്പിന് ഇതുപോലെ ഒരു ഷേപ്പ് സ്ഥലം കേട്ടോ. അപ്പോൾ അവനോട് ഒന്ന് ഇരുന്ന് കളിക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ട. മേത്തൊന്നും കൊണ്ടുണ്ട് മുറിയാൻ്റെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അരമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളത് അതും കൂടി നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ്റെ വീട് അങ്ങനെ സെറ്റായിട്ടുണ്ട്. 2 റൂമുള്ള ഒരു വീടാണ് സെറ്റാക്കിയേക്കണേ. ഒരു കൂടാരം പോലെ മേൽക്കൂരയൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കാം. ഇതിനകത്താണെങ്കിൽ ഒരു വലിയൊരു എൽ ഷേപ്പിലുള്ള ഒരു ഹോളാണുള്ളത്. അല്ലേ കാശിക്കുട്ട? കാശിക്കുട്ടൻ അങ്ങനെ വീടൊക്കെ കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നമ്മുടെ വീട്? അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അങ്ങനെ കാശിക്കൂട്ടൻ നമ്മുടെ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിനകത്ത് കയറി കളിയൊക്കെയായിരുന്നു. എനിക്കും ഇതിനകത്ത് കയറാൻ പറ്റും ഗൈസ്. അപ്പോൾ കയറിയിട്ട് ഇങ്ങനെ കുറുമ്പിടിച്ചിരിക്കുന്ന മുഖാണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വീഡിയോ എടുക്കണത് ഇഷ്ടപ്പെട്ടില്ല, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തി. അവനിപ്പോൾ അതിനകത്ത് കയറിയൊക്കെ കളിക്കേണ്ട, വീഡിയോ എടുക്കണ്ടെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.